തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും യേശയ്യാ പ്രവചനം വലിയ ഒരു അഭിഷേക ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. സാധിക്കുന്നവർ ബൈബിൾ തുറന്ന് യേശയ്യാ പ്രവചനം 6-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിച്ച് പ്രാർത്ഥിക്കുന്നു. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 6 വേഴ്സ് 5 ഓൺവേഡ്സ്. വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും യേശയ്യാ പ്രവാചകൻ തൻ്റെ വലിയ ഒരു അഭിഷേക അനുഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. യേശയ്യായുടെ പ്രവചനം നമ്മൾ 1-ാം അധ്യായം തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ യേശയ്യാ പ്രവാചകൻ പറയുന്നത് മുഴുവൻ അവർക്ക് ദുരിതം, അവർക്ക് കഷ്ടം എന്നിങ്ങനെ ചുറ്റുവട്ടത്തുള്ള അനേക ദുരിതങ്ങളെക്കുറിച്ചും കഷ്ടതകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ വിലപിക്കുകയാണ്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ യേശയ്യാ പ്രവാചകൻ്റെ കാഴ്ചപ്പാടുകൾ മാറി യേശയ്യാ പ്രവാചകൻ പറയുകയാണ്, എനിക്ക് ദുരിതം. ഇത്രയും നേരം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ചുറ്റുവട്ടത്തുള്ളവർക്ക് ദുരിതം, കഷ്ടത എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യേശയ്യാ പ്രവാചകൻ ഇപ്പോൾ പറയുന്നു, എനിക്ക് ദുരിതം, എനിക്ക് കഷ്ടത. കാരണം കൃത്യമായി യേശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാവിന് ശുദ്ധിയില്ല, അശുദ്ധിയാണ് എൻ്റെ നാവിൽ. എന്നിട്ട് അടുത്ത വചനം എന്താണ്? അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. പ്രിയപ്പെട്ടവരെ, യേശയ്യാ പ്രവാചകൻ്റെ ഈ വലിയ ഒരു തിരിച്ചറിവ് ഈ ശുശ്രൂഷ അവസരത്തിൽ നമ്മിലൊക്കെ സംഭവിക്കട്ടെ. യേശയ്യാ പ്രവാചകൻ പറഞ്ഞു വരുന്നത് നാവിന് ലഭിച്ച വലിയ ഒരു അഭിഷേകത്തെക്കുറിച്ചാണ്. നാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കപ്പെട്ട നിമിഷം യേശയ്യാ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വലിയ മാറ്റം സംഭവിച്ചു. വചനം ഇങ്ങനെയാണ് പറയുന്നത്, 6-ാം അധ്യായം അതിൻ്റെ 6-ാം വചനം: അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു, എന്നിട്ട് സ്പർശിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ അധരത്തെ പരിശുദ്ധാത്മാവ് തൊട്ട നിമിഷം, ആ നിമിഷം മുതൽ യേശയ്യാ പ്രവാചകൻ്റെ കാഴ്ചപ്പാടുകൾക്കും ജീവിത രീതികൾക്കും വലിയ ഒരു വിശുദ്ധീകരണം സംഭവിക്കുകയാണ്. നമ്മളെല്ലാവരെയും ഒരു വലിയ ആത്മീയ വിശുദ്ധീകരണം നമ്മുടെ നാവിൻ്റെ പരിശുദ്ധാത്മ സ്പർശനത്തിലൂടെ സംഭവിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, തീക്കനൽ കൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ്റെ നാവിനെ സ്പർശിച്ചത്. തീക്കനൽ അപ്പസ്തോല പ്രവർത്തനം നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം 1 മുതൽ കൃത്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 120ഓളം പേരുടെ മേൽ 2 അത്ഭുതങ്ങൾ സംഭവിക്കുന്ന. ഒന്ന്, കൊടുങ്കാറ്റടിക്കുന്ന അനുഭവം. രണ്ടാമത്തത് തീക്കനൽ കത്തുന്ന അനുഭവം. അവരുടെ മേൽ തീ കത്തിപ്പടരുകയാണ്. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് തീക്കനൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്താണ്? അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ
ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കാൻ തുടങ്ങി. അത്രയും നേരം അവരുടെ നാവ് എന്തിനു വേണ്ടി ഉപയോഗിച്ചോ അതിൽ നിന്ന് പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് അവരുടെ നാവ് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന നാവായി മാറിക്കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ ഒന്ന് അളക്കാനുള്ള വലിയ ഒരു ഉപാധിയാണ് നമ്മുടെ നാവിൻ്റെ നിയന്ത്രണം. അത് പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളത്. നമുക്കറിയാം, ശരീരത്തിൻ്റെ താപനില അളക്കാൻ നമുക്കെന്തുണ്ട്? തെർമോമീറ്ററുണ്ട്. പ്രത്യേകിച്ച് ഈ ദുരിത കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ പല വീടുകളിൽ എന്തുണ്ട്? ഒരു തെർമോമീറ്ററുണ്ട്. കാരണം പനി പല തരത്തിലാണ് നമ്മളെയൊക്കെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ പനി അളക്കാൻ, ശരീരത്തിൻ്റെ താപനില അളക്കാൻ നമ്മുടെയൊക്കെ കയ്യിൽ എന്തുണ്ട്? ഒരു തെർമോമീറ്ററുണ്ട്. എന്നതുപോലെ തന്നെ ഒരു ആത്മീയ മനുഷ്യൻ്റെ അവൻ്റെ വളർച്ച, അവൻ്റെ ജീവിതത്തെ അളക്കണമെങ്കിൽ അവൻ്റെ നാവിനെ പരിശോധിച്ചാൽ മതി, അവൻ്റെ സംസാരത്തെ പരിശോധിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, അത് പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യം വ്യക്തമായി അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ബോധ്യത നമുക്ക് ലഭിക്കും. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇതാ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 26 വചനം പറയുന്നു, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ശ്രദ്ധിച്ചു കേൾക്കണം. താൻ ദൈവഭക്തനാണെന്നൊരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അതായത് ദൈവഭക്തനാണ്, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ പറയുന്നു, കൈ പൊക്കുന്നു, കൈയടിക്കുന്നു, ഒക്കെ ഭക്തിയുടെ പ്രകടനങ്ങളാണ്. എന്നാൽ അവൻ്റെ നാവിനെ അവൻ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ്റെ ജീവിതം അതൊരു കപടമാണ്, വ്യർത്ഥമാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തെ നമ്മൾ ഇതാ ഈ സമയം ധ്യാന വിഷയമാക്കണം. നമ്മളൊക്കെ ഒരു ക്രിസ്ത്യാനിയാണെന്നതിൽ അഭിമാനിക്കുന്ന വ്യക്തിയാവാം, ഒരു ഭക്തനാണെന്ന് അഭിമാനിക്കുന്ന വ്യക്തിയാവാം. എന്നാൽ ഇതാ യാക്കോബ് ശ്ലീഹ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു. നിൻ്റെ ആത്മീയ ജീവിതം വളർന്നിട്ടുണ്ടോ? നിൻ്റെ ഭക്തിയിൽ മാത്രം നീ ഇരിക്കുകയാണോ? നിൻ്റെ സംസാരത്തെ നീ എത്രത്തോളം ശ്രദ്ധിക്കുന്നു, സൂക്ഷിക്കുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ചെറിയ പാപം, വലിയ പാപം എന്നിങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ മാറ്റിവെക്കും, അല്ലേ? കൊലപാതകി, മോഷ്ടാവ് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് വലിയ പാപങ്ങളാണ്. നുണ പറയുക, കുറ്റം പറയുക, വഞ്ചന പറയുക, കളിയാക്കുക, അതൊക്കെ എന്താണ്? ചെറിയ പാപങ്ങളാണ് എന്നാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു കണ്ടെത്തൽ. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് വലിയ പാപമൊന്നും ചെറിയ പാപമൊന്നും വലിയ വേർതിരിവൊന്നുമില്ല. മറിച്ച് നാവ് കൊണ്ട് ചെയ്യുന്ന പാപം അത് അത്രമേൽ ഭീകരം തന്നെ. ഇപ്പം മോഷ്ടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണം, അല്ലേ? മോഷ്ടിക്കുന്നത് എന്താ? എന്തെങ്കിലും ഒരു സാധനങ്ങളാണ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്യണമെങ്കിൽ കൊലപാതകയ്ക്ക് എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ വേണം. ആ സാധനം കൊണ്ടാണ് ഒരാളെ കൊലപ്പെടുത്തുന്നത്. എന്നാൽ നാവ് കൊണ്ട് ഒരാളെ കൊല്ലാൻ നമുക്ക് എളുപ്പമാണ്. കാരണം നാവ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് 80 കിലോ ഉള്ള ശരീരമാണെന്ന് കരുതുക, അല്ലെങ്കിൽ 70 കിലോ ഉള്ള ശരീരം. എന്നാൽ ഈ 70 കിലോയുള്ള നമ്മുടെ ശരീരത്തിനുള്ള ഒരു വെറും 70 ഗ്രാം പോലും ഇല്ലാത്ത നമ്മുടെ നാവാണ് പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ നാവിനെ നിയന്ത്രിച്ചാൽ, സംസാരത്തെ നിയന്ത്രിച്ചാൽ ഒരുവന് ആത്മീയമായി വളരാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം കൃത്യം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ചില ശുശ്രൂഷകരെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, വലിയ ശുശ്രൂഷകയാണ്, പക്ഷെ എന്ത് സംഭവിക്കുന്നു? വായിൽ നിന്ന് വീഴുന്ന വാക്ക് അത് അശുദ്ധമാണ്, അസ്വസ്ഥമാണ്. ബാക്കിയെല്ലാം കൊള്ളാം, പക്ഷേ
അശുദ്ധമായ നമ്മുടെ സംസാര ശൈലി മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക മാത്രമല്ല, നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ അഭിഷേകത്തെ ചോർത്തിക്കളയും. പുതിയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് വായിച്ചു പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, യേശുവിൻ്റെ സംസാര ശൈലി എന്തായിരുന്നു? യേശുവിൻ്റെ സംസാര ശൈലിയുടെ പ്രത്യേകത സ്നേഹം നിറഞ്ഞ സംസാര ശൈലി, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ വിധിക്കാതെയുള്ള സംസാര ശൈലി. യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു സംസാര ശൈലിയാണ്. നമ്മൾ ധ്യാനിക്കുക, എപ്രകാരമുള്ള സംസാര ശൈലിയാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. പലപ്പോഴും നമുക്ക് തോന്നിയതുപോലെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ആ സമയത്തെ വിചാരങ്ങൾക്കനുസരിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നു. എന്നാൽ ഈ ശുശ്രൂഷ സമയം യേശയ്യ പ്രവാചകനിലൂടെ നമ്മളെയൊക്കെ ക്ഷണിക്കുന്നത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു സംസാര ശൈലി, നാവിൽ തീക്കനലിൻ്റെ സ്പർശനമേറ്റ ഒരു സംസാര ശൈലി ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമാണ്. യേശു തോന്നിയതുപോലെയല്ല സംസാരിച്ചത്. പിതാവ് പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ അത് വെളിപ്പെട്ടത് മാത്രമാണ് ഈശോ സംസാരിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഈ സംസാര ശൈലി വളരെ പ്രസക്തമാണ്. നമ്മളൊക്കെ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുള്ള സംസാരമാണോ അതോ തോന്നിയതുപോലുള്ള സംസാര ശൈലികളാണോ? ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന സംസാര ശൈലികളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പല ഭാഗങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും വളരെ പ്രസക്തമായ 4 വചനങ്ങൾ ഈ സമയം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധീകരിക്കപ്പെട്ട സംസാര ശൈലികൾ. അതിലൊന്നാമത്തത് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 24-ാം തിരുവചനം. ബൈബിളുള്ളവർ തുറക്കുക, ഈ വചനം പഠിക്കുക. ഇത് എഴുതി പഠിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 24-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. ബുക്ക് ഓഫ് പ്രൊവർബ് ചാപ്റ്റർ 16 വേഴ്സ് 24. Pleasant words are like a honeycomb, sweetness to the soul and health to the body. നല്ല ഹൃദ്യമായ വാക്ക് എന്താണ്? അതൊരു തേനറ പോലെയാണ്, ഹണി കോമ്പ് പോലെയാണ്, തേനറ പോലെയാണ്. ഇതിൻ്റെ ഗുണം എന്താണ്? അത് ആത്മാവിന് മധുരമാണ്, ശരീരത്തിന് ആരോഗ്യപ്രദമാണ്. ആത്മാവിന് മാത്രമല്ല, മറിച്ച് ശരീരത്തിന് ആരോഗ്യപ്രദമാണ്. ഒരു പക്ഷേ ഈ കൊറോണയുടെയൊക്കെ വകഭേദങ്ങൾ പലതരത്തിൽ നമ്മളെയൊക്കെ വേട്ടയാടുമ്പോൾ നമ്മുടെയൊക്കെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ വർദ്ധിപ്പിക്കാൻ പലതരത്തിലുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടാവും. എന്നാൽ നമ്മളോട് സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുന്നു, നിൻ്റെ ആരോഗ്യം അതൊന്ന് ഫലപ്രദമാക്കണോ, അതൊന്ന് ഉഷാറാക്കണോ, എന്തു ചെയ്യണം? നമ്മുടെ സംസാരത്തെ ശ്രദ്ധിച്ചാൽ മതി. ഹൃദ്യമായ വാക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ ഹൃദ്യമായ വാക്ക് അത് നമ്മുടെ കുടുംബത്തിൻ്റെ നിലപാടുകളെ, അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നതാണ്. നമ്മുടെ കുടുംബത്തിലൊക്കെ പരസ്പരം നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ വചനമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്യുക. ഞാൻ എങ്ങനെയാണ് എൻ്റെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് വിചാരിച്ചാൽ, നമ്മുടെ സംസാരത്തെ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ എത്ര വലിയ അപകടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ ചെറിയ ഒരു കുഞ്ഞിക്കൻ വാക്ക് മതിയല്ലോ ചിലരെയൊക്കെ വല്ലാണ്ട് വേദനിപ്പിച്ച് കളയും. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മളോട് പറയുന്നു, ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. വിശുദ്ധീകരിക്കപ്പെട്ട സംസാര ശൈലിയുടെ ഒരു ഭാഗമാണ് ഹൃദ്യമായ വാക്ക്. രണ്ടാമതായി നമുക്ക് നൽകപ്പെടുന്ന വചനം സുഭാഷിതങ്ങളുടെ തന്നെ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു:
ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചു വച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചു വച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 25 വേഴ്സ് 11. എ വേർഡ് ഫിറ്റ്ലി സ്പോക്കൺ ഈസ് ലൈക്ക് ആപ്പിൾസ് ഓഫ് ഗോൾഡ് ഇൻ എ സെറ്റിംഗ് ഓഫ് സിൽവർ. പ്രിയപ്പെട്ടവരെ, നല്ല ഉചിതമായ വാക്ക്, തക്ക വാക്ക്, തക്ക സമയത്ത് പറയുന്ന ചില വാക്കുകൾ, അതെന്താണ്? അതിൻ്റെ ഗുണം സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. അതെവിടെയാണ്? വെള്ളിത്തകിടിൽ പതിച്ചു വെച്ച എന്നൊക്കെ പറയുമ്പോൾ അത്രമേൽ പ്രാധാന്യമാണ് ഉചിതമായ വാക്ക്. ഉദാഹരണത്തിന്, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ സംസാരിക്കരുത്. നമ്മുടെ സംസാര ശൈലിയെ അല്പം ഒന്ന് ശാന്തമാക്കുക. ഇപ്പോൾ ഭർത്താവ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഭയങ്കരമായ അസ്വസ്ഥപ്പെട്ട അരിശപ്പെട്ടൊക്കെ സംസാരിക്കുകയെന്ന് കരുതുക. അപ്പോൾ ഉടനെ തന്നെ ഒരു ഭാര്യ എന്ത് ചെയ്യണം? ഭാര്യയുടെ കടമയാണ് ആ വിഷയത്തെ ഒന്ന് ശാന്തമാക്കുക. ഒരു നല്ല ചൂട് ചായയൊക്കെ കൊടുക്കുക. ഭർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ശാന്തമാക്കി ഒന്ന് സംസാരിപ്പിക്കുക, സൗമ്യമാക്കുക. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഒരാൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അയാളുടെ ദേഷ്യത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ മറ്റേയാളും കൂടെ സംസാരിക്കും. ഉടനെ തന്നെ എന്ത് സംഭവിക്കും? അത് മുഴുവൻ വലിയ ഒരു അപകടമായിട്ട് മാറും. പല പ്രശ്നങ്ങളും കണ്ടിട്ടില്ലേ? എന്താണ് സംഭവിക്കുന്നത്? ദേഷ്യപ്പെട്ട് അരിശപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ മേൽ അടുത്ത ഒരു അപകടം. നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ഭർത്താവ് മദ്യപിച്ച് വന്നിരിക്കുക, ഭാര്യയുണ്ട്. മദ്യപിച്ച് വന്ന ഈ ഭർത്താവ്, ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഈ വീട്ടിലുള്ള എല്ലാം അടിച്ചു തകർക്കും എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാൾ ഇങ്ങനെ അരിശം ഭാര്യയോട് ഇങ്ങനെ ഇങ്ങനെ ദേഷ്യത്തിലാണ്. ഉടനെ തന്നെ ദേഷ്യം പൂണ്ട ഭാര്യ പറഞ്ഞു, ഇയാളെ അടിച്ചു തകർക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ തന്നെ തകർത്തോളാം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേക്ക് ദേഷ്യം അങ്ങോട്ട് കൂടി. ഭാര്യ എന്ത് ചെയ്തെന്നറിയോ? അവിടെ ഉണ്ടായിരുന്നൊരു പാത്രം എടുത്ത് അവരുടെ വീട്ടിലുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപയോളം വിലയുള്ള ആ TV അടിച്ചു പൊട്ടിച്ചു. ആരാണ് ദേഷ്യക്കാരനായി നിന്നത്? ഭർത്താവ് മദ്യപിച്ച് ലെക്ക് കെട്ട നിന്ന മനുഷ്യൻ്റെ ലെക്കെല്ലാം പോയി. പെട്ടെന്ന് തന്നെ അയാൾ നോർമലായി. കാരണം ഇതാ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭാര്യ എന്നേക്കാളും ദേഷ്യക്കാരി. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊരു തമാശ കഥയൊന്നും അല്ല, ഇത് നടന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെയൊക്കെ സംസാര ശൈലി വചനം പഠിപ്പിക്കുന്നത് ഉചിതമായ വാക്ക്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എൻ്റെ നാവിൻ്റെ നിയന്ത്രണം സംസാര ശൈലിയെ ഉചിതമായ ഒരു സംസാര ശൈലിയായി മാക്കണമേ. അനുചിതമായ ഗുണകരമല്ലാത്ത സംസാര ശൈലികൾ എൻ്റെ നാവിൽ നിന്ന് വരാതിരിക്കാൻ എൻ്റെ നാവിനൊരു കടിഞ്ഞാൻ നിയന്ത്രണം വേണം. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയൊരു വചനം, അത് യേശയ്യാ പ്രവചനം 50-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ഐസയാ ചാപ്റ്റർ 50 വേഴ്സ് 4 വചനം പഠിപ്പിക്കുന്നു, പരീക്ഷണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിക്ഷനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. ബുക്ക് ഓഫ് ഐസയാ ചാപ്റ്റർ 50 വേഴ്സ് 4. The Lord God has given me the tongue of those who are taught, that I may know how to sustain with the word him that is weary. പരീക്ഷണന് ആശ്വാസം നൽകുന്ന വാക്ക്. അതായത് ക്ഷീണിച്ചിരിക്കുന്ന ഒരാളെ നമ്മുടെ സംസാരം കൊണ്ട് ആശ്വാസം നൽകണം. ചിലരുടെയൊക്കെ സംസാരം എന്ത് സംഭവിക്കും? മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ്. അതായത് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുത്തനെടുക്കെ ചെന്ന് അവൻ്റെ മേൽ വീണ്ടും കഷ്ടത കൊടുക്കരുത്. ആശ്വാസം നൽകുന്ന വാക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാര ശൈലി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ജോബിനെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജോബിൻ്റെ ജീവിതത്തിൽ ജോബിൻ്റെ സ്നേഹിതന്മാർ വന്ന് അവൻ്റെ ജീവിതത്തിൽ ദുരിതമാണ്, കഷ്ടപ്പാടാണ്. അങ്ങനെ ദുരിതപ്പെട്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന അവൻ്റെ അടുക്കെ വന്നിട്ട് അവനെ വീണ്ടും വേദനിപ്പിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്.
ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ജോബ് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ സംസാരങ്ങൾ, അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടിൻ്റെ നടുവിൽ അവൻ്റെ കഷ്ടപ്പാടിനെ വർദ്ധിപ്പിക്കുന്ന തരത്തിലല്ല, മറിച്ച് ആശ്വാസം നൽകുന്ന ഒരു സംസാര ശൈലി. ഇത് മനസ്സിലാക്കാൻ പുതിയ നിയമത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം ചെയ്ത കാര്യം എന്താ? അതായത് ശിഷ്യന്മാർ പേടിച്ചരണ്ട് വരണ്ടിരിക്കുക, അസ്വസ്ഥപ്പെട്ടിരിക്കുക. അവരുടെ മുമ്പിൽ ചെന്നിട്ട് യേശു അവരോട് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ? നിങ്ങൾക്ക് സമാധാനം, ശാലോം, സമാധാനം, ആശ്വാസം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ആവശ്യം അവർക്ക് ഭക്ഷണമല്ല, മറ്റ് ഭൗതിക കാര്യങ്ങളല്ല, മറിച്ച് അവർക്കാവശ്യം ഇതാ സമാധാനമാണ്, ശാന്തിയാണ്. ഈ കാര്യമാണ് ഈശോ അവിടെ വെച്ച് ആ ശിഷ്യന്മാർക്ക് പങ്കുവച്ചത്. പിന്നീട് വായിച്ചു പോകുമ്പോൾ ഈ കാര്യം പല സമയങ്ങളിലും നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. അതായത് തളർന്ന മനുഷ്യൻ്റെ മുമ്പിൽ യേശു ആദ്യം നൽകിയത് ബലമാണ്, അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള ശക്തിയാണ്. അവൻ്റെ മുമ്പിൽ ചെന്നിട്ട് അവൻ ചെയ്ത പാപങ്ങളെക്കുറിച്ചല്ല, അവൻ്റെ ജീവിതത്തിലെ ഇന്നലകളെക്കുറിച്ചല്ല, അവനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലല്ല, മറിച്ച് ആശ്വാസം നൽകുന്ന ഒരു സംസാര ശൈലി. പുതിയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് വായിക്കുന്തോറും നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു കാര്യം ഇതുതന്നെയാണ്. ഈശോ ഇടപെട്ട ഓരോ ആളുകളെക്കുറിച്ച് ചിന്തിച്ചേ. ഈശോ ഇടപെട്ട വ്യക്തികളൊക്കെ എല്ലാം തികഞ്ഞവരല്ലല്ലോ. ഒത്തിരി കുറവുകളുള്ള, ഒത്തിരി ജീവിതത്തിൻ്റെ ദുഃഖവും ഭാരവും പാപവും വഹിക്കുന്ന മനുഷ്യർ. എന്നാൽ ഈശോ അവരോടൊക്കെ എങ്ങനെ ഇടപെട്ടെ? അവരുടെ മുഖത്ത് നോക്കി കുറ്റപ്പെടുന്ന ഒരു വാക്ക് പറഞ്ഞില്ല. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീ. ആ സ്ത്രീയെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന എല്ലാവരും ഇതാ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയുമ്പോഴും ഈശോ അവിടെ വിധിച്ചില്ല, മറിച്ച് ഈശോ കരുണയോടുകൂടെ ആശ്വാസം നൽകുന്ന തരത്തിൽ ഈശോ പെരുമാറി. ഇത് നമുക്കൊക്കെ ഒരു പാഠമാണ്. പ്രത്യേകിച്ച് ഈ ദുരിത കാലഘട്ടത്തിൽ നമുക്കറിയാം, കൊറോണ രോഗം പലതരത്തിൽ നമ്മളെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ചുറ്റുവട്ടത്തൊക്കെ വേദനിക്കുന്ന മനുഷ്യനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? ആശ്വാസം നൽകുന്ന ഒരു സംസാര ശൈലി. നാലാമതായി ഇതാ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു സംസാര ശൈലിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമിശ്രണവും ഹൃദ്യവുമായിരിക്കട്ടെ, ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സെൻറ്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 4:6 വചനം പറയുന്നു: ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി ഗ്രേഷ്യസ്, സീസൺ വിത്ത് സോൾട്ട്, so that you may know how you ought to answer everyone. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമിശ്രണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ സീസൺ വിത്ത് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? സോൾട്ട്, ഉപ്പക്ക്, അതായത് പാകത്തിന് രുചികരമായിരിക്കട്ടെ, ഹൃദ്യമായിരിക്കട്ടെ നമ്മുടെ സംസാര ശൈലികൾ. എന്നിട്ട് വചനം പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന്. അതായത് നമ്മുടെ സംസാര ശൈലി ശ്രദ്ധിക്കണം. ഇപ്പം അപ്പനും മകനും തമ്മിൽ സംസാരിക്കുന്നു, മകൻ അപ്പനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അത് പഠിക്കണം. അത് മറ്റു കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ, മറിച്ച് ടീച്ചറും ഒരു ശിഷ്യനും തമ്മിൽ, സ്റ്റുഡൻറ്റും തമ്മിൽ സംസാരിക്കുന്നു. ആ വ്യക്തി പരസ്പരം സംസാരിക്കേണ്ട സംസാര ശൈലി തിരിച്ചറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മൊത്തം കുളമാവും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരപ്പനും മകനും കൂടെ ഭയങ്കര സ്നേഹമാണ്, അപ്പനും മകനും തമ്മിൽ, നല്ല കാര്യം. അപ്പോൾ അപ്പനും മകനും തമ്മിൽ ഭയങ്കര സ്നേഹം. അപ്പോൾ മകൻ എന്നോട് പറഞ്ഞു, ഇതെൻ്റെ ചങ്ക് ബ്രോയാണ്. ചങ്ക് ബ്രോ അതായത് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സംസാര ശൈലിയാണ്. എന്നാൽ ഇത് അപ്പനും മകനും തമ്മിൽ ചങ്ക് ബ്രോസാന്നാണ് പറഞ്ഞത്. പിന്നീട് അവരുടെ സംസാര ശൈലി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്നാൽ അതിൻ്റെ പിന്നിലൊരു അപകടമുണ്ട്. അതായത് അപ്പന് കൊടുക്കേണ്ട ബഹുമാനം, അപ്പനോടുള്ള നിലപാട്. പിന്നീട് ഒരിക്കൽ അപ്പൻ ഏതെങ്കിലും കാര്യത്തിലൊന്ന് ശാസിച്ചാൽ സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് പോലെ കണക്കാക്കുന്നുള്ളൂ. അപ്പൻ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ മകനത് സ്വീകരിക്കുന്നില്ല. കാരണം എങ്ങനെയാണ് ഒരു അപ്പനോട് സംസാരിക്കേണ്ടത് പഠിച്ചിട്ടില്ല. ഇതാ പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമിശ്രണവും ഹൃദ്യമായിരിക്കട്ടെ. ചിലരുടെയൊക്കെ സംസാരം കണ്ടിട്ടില്ലേ? നല്ല ഗ്രാമറാണ്,
നല്ല ഒഴുക്കുണ്ട്, എല്ലാം കൊള്ളാം. പക്ഷേ എന്തോ ഒരു കുറവ്. എന്താ അത്? ഹൃദ്യതയുടെ കുറവ്. ഇതാ ഈ സമയം നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാവ് ക്ഷണിക്കുകയാണ്. യേശയ്യാ പ്രവചനം ലഭിച്ച 6-ാം അധ്യായത്തിൽ യേശയ്യാ പ്രവാചകൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി തീർന്ന ആ അഭിഷേകം, നമ്മുടെ നാവിൻ തുമ്പിൽ ഒരു തീക്കനൽ, പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്ന അഭിഷേകം ഇതാ സംഭവിക്കപ്പെടട്ടെ. സമയം കിട്ടുമ്പോൾ വായിച്ച് ധ്യാനിക്കണം. ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം. നല്ല സുന്ദരമായ അധ്യായമാണ്, ചെറിയ അധ്യായമാണ്. സമയം കിട്ടുമ്പോൾ വായിക്കുക. ഇതാ നമ്മുടെ നാവിനെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ച നമ്മുടെ നാവിൻ്റെ സംസാരം കുടുംബത്തിൽ, വ്യക്തിജീവിതത്തിൽ, സമൂഹത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഇപ്രകാരമുള്ള ഒരു അഭിഷേകത്തിലേക്ക് ദൈവസമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.